ഞാനിപ്പോൾ നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവിലെ വെള്ളക്കെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് ഇന്നലെ ഈ വൈദ്യുതി കെണിയിൽ നിന്നും അപകടമുണ്ടായതും ജിത്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി, 15 വയസ്സുള്ള വിദ്യാർത്ഥി മരിക്കാനൊക്കെ ഇടയുണ്ടായ സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു തോട് കാണാം, വെള്ളമൊഴുകുന്ന തോട് കാണാം. ഈ തോട്ടിലേക്ക് അവർ ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഈ തോട്ടിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേൽക്കുകയും ജിത്തു മരണപ്പെടാനുമൊക്കെ ഉണ്ടായ സാഹചര്യം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുമുണ്ട്. ചേട്ടൻ ഇവിടെ എല്ലാരും 3 ആള് വീണിട്ടുണ്ട്. ചെക്കന്മാരെല്ലാരും വെള്ളത്തിൽ കിടക്കണേ, പെട്ടെന്ന് എത്തണം പറഞ്ഞു. വന്ന് നോക്കിയപ്പോ ഇവരെല്ലാരും വെള്ളത്തിൽ കിടക്കുക. ആ കോല് ഉപയോഗിച്ചിട്ടാണ് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും പാടെ പൊന്തിച്ച് ഒരാളെ വലിച്ചിട്ട് അവനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയ ഗ്യാപ്പില് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ ലൈൻ ഓഫ് ആക്കി. ബാക്കിയുള്ളവർ വന്നു. അപ്പൊ ഒരാൾ മൂക്ക് കുത്തിയാ വീണിരുന്നത്. അതായത് ഈ കറണ്ട് അടിക്കുമ്പോൾ തന്നെ മൂക്ക് കുത്തിയാ വീണിരുന്നത്. അപ്പോൾ വെള്ളം കയറി അങ്ങനെ ഒരാൾ പാലാട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആണ് നമ്മളെ ഏറ്റവും നല്ലൊരു കുടപ്പുറപ്പ് മരിയായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാ പരിപാടിക്കും ഞങ്ങളെ ഏറ്റവും നല്ല അയൽവാസികളാണ്. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അയൽവക്കം ഉണ്ടെങ്കിൽ ഓരാണ്. അപ്പോൾ അത് ഭയങ്കരമായൊരു നഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി ആവർത്തിക്കാൻ, ഒരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഇവിടെ എല്ലാത്തിനും നിയമമുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് ഇവിടെ വിലയില്ല. മനുഷ്യന്മാർക്ക് ആർക്കും ഇവിടെ വിലയില്ല. കാട്ടുപന്നി ആക്രമണം ഉണ്ട്, പിന്നെ അതേമാതിരി നരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്, ഇവിടെ മുകളിൽ പോയ ആന ഇറങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ കേസൊക്കെ അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടം ഉന്നയിച്ചതാണ്. ഈ ഭാഗത്തെ കേസ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വട്ടം അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടത് സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഈ ബെൻസിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ കേസ്. പക്ഷെ ഇതാരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്താൻ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തില്ല. നമുക്ക് ഒരുപാട് ഇവിടെ നല്ല വികസനങ്ങൾ കൊണ്ടൊന്നും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല. ഒന്നുകൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നും എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? അതായത് വൈദ്യുതി പോസ്റ്റിൽ നിന്ന് എടുത്ത കമ്പിയാണല്ലേ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എങ്ങനെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി? അപകടം എൻ്റെ കൂട്ടുകാർ മീൻ പിടിക്കാൻ പോകുന്നതാണ്. ഫുട്ബോൾ കളി കഴിഞ്ഞ് മീൻ കോരി പിടിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ഇവിടെ കറണ്ട് ഇട്ടായിരുന്നു. ആ കറണ്ടും അവരടിച്ചു വീണു. 3 പേരടിച്ചു വീണു. 2 പേര്, ഒരാൾ ഇക്കരി ഒരാൾ അക്കരിയാ. ഇക്കരുള്ള ആള് വിരുന്ന് വന്ന അവനക്ക് ഇവിടുത്തെ പ്രദേശവും കാര്യങ്ങളൊന്നും അറിയില്ല. അക്കരുള്ളവന് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ വീടറിയാം, എല്ലാം അറിയാം. നേരെ എൻ്റെ വീട്ടിലേക്കാ പാഞ്ഞു വന്ന് എന്നോട് കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു നേരെ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ ഇതാ കാണുന്ന 3 പേര് വെള്ളത്തിൽ കിടക്കുക. അതിലൊരാളെ കാല് മാത്രം കുറച്ച് മുകളിലുണ്ട്. അയാളെ വലിച്ചു പുറത്തേക്കിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാനാണ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയത്, എല്ലാം ചെയ്ത്. എന്നെ വിളിച്ചാവാൻ പറഞ്ഞത്. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിൽ നമുക്ക് അത് അത്രയും ചെയ്താൽ പോരാ. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അതിൽ മാത്രമേ നമുക്ക് സങ്കടമുള്ളൂ. ഒരു ജീവന്റെ വില നമുക്ക് ആർക്കറിയില്ല. ഇത് ചെയ്ത ആൾക്കറിയില്ല ആ ജീവന്റെ വില എന്താന്ന്. അവന്റെ അച്ഛനും അമ്മയ്ക്കും, അവൻ നഷ്ടപ്പെട്ട അവന്റെ അച്ഛനും അമ്മയ്ക്കാണ് അതിന്റെ ഏറ്റവും വലിയ വേദന. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേദന, ഞാൻ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്റെ വേദന എന്റെ അച്ഛനും അമ്മയ്ക്കാണ്, വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അവരച്ഛന്റെ അമ്മേന്റെയും വേദനയെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇനി ഇങ്ങനത്തെ ഒരു ദാരുണമായ സംഭവം ഇവിടെ സംഭവിക്കാൻ പാടില്ല. അതിന് വേണ്ടത് എന്താ വെച്ചാൽ നടപടികൾ സർക്കാർ എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിയമം കോടതിയൊന്നും വേണ്ടല്ലോ, പിന്നെ നാട്ടുകാർ തീരുമാനിച്ചാൽ പോരെ. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിയമം കോടതി സർക്കാരൊന്നും വേണ്ട, ഇതൊക്കെ നാട്ടുകാർ തീരുമാനിച്ചാൽ മതി. JCBന്റെ ഇതിൽ നിന്നാണ് ഈ കമ്പി വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഈ ഷോക്ക് ഏൽക്കുന്നത്? എങ്ങനെയാണ്? അതായത് പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത കമ്പിയാണോ? ആ പോസ്റ്റ് കൂടെ പോണ ലൈനിന്റെ ടൈമിൽ നിന്ന് കുളച്ചെടുക്കുക. ഇതെവിടെ പോയി എടുത്തോളൂ, ഇതെല്ലാവർക്കും കാണാലോ. അനധികൃതമായി എടുത്തതാണ് അല്ലേ? അനധികൃതമായി എടുത്ത് തന്നെ. നേരത്തെ അങ്ങനെ വലിയ പ്രശ്നം അങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെ? നേരത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇങ്ങനെ മരണം സംഭവിക്കണത് ഫസ്റ്റ് ആയിട്ടാണ്. പന്നിനെ പിടിച്ചു പോകണം അങ്ങനത്തെ ഇത് കണ്ട ഫസ്റ്റ് ഇങ്ങനത്തെ സംഭവം നാടായിട്ട് ഇവിടെ നടക്കുന്നത്. അതായത് KCB വൈദ്യുതി പോസ്റ്റിൽ നിന്നും അനധികൃതമായി എടുത്ത ഇലക്ട്രിക് വൈദ്യുതി കെണി എന്ന് ഒറ്റവാക്കിൽ ആളുകളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണ് അബദ്ധത്തിൽ ഇവർ ഈ കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിൽ തട്ടി
ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിൽ ഒരാൾ കമിഴ്ന്ന് കിടന്ന് വീണു എന്നും പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് നേരത്തെ നമ്മളോട് വളരെ വൈകാരികമായി വേദനയോടുകൂടി സംസാരിച്ച അദ്ദേഹമാണ് ആദ്യം ഇങ്ങോട്ടേക്ക് എത്തിയതും അവരെ ഇവിടെ നിന്ന് വീണ് കിടക്കുന്നവരെ തോട്ടിലെടുത്ത് മറ്റു ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ അദ്ദേഹമാണ് മുൻകൈ എടുത്തത്. പക്ഷേ ആശുപത്രിയിൽ എത്തും മുൻപേ ജിത്തു എന്ന 15 വയസ്സുള്ള ആ വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ചെരുപ്പും അതുപോലെ തന്നെ 2 ചെരുപ്പുകൾ കാണാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഒരു കത്തിയുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് അവരുപയോഗിച്ചിരുന്ന ചെരുപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇതിന് കുറുകയായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു കമ്പിയുമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ തോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മീൻ വലയുണ്ട്, അതോടൊപ്പം തന്നെ 2 ചെരുപ്പുകളുണ്ട്, കത്തിയുണ്ട്. ഇതെല്ലാം അവരുടേതാണ്. ഇങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ സമയത്ത് ഷോക്കേൽക്കുകയും ആ സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടുത്താനൊക്കെ ഉണ്ടായ ശ്രമത്തിൽ അവിടെ ഉപേക്ഷിച്ചു പോയതുമാണ്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ KCBയിൽ നിന്ന് അനധികൃതമായി ഇത്തരത്തിൽ കമ്പി വലിച്ചുകൊണ്ട് ഒരു വൈദ്യുതി കെണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് KCBയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. ഇതൊക്കെ ആവർത്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഗതികളിലേക്കൊക്കെ പന്നിക്ക് കെണി വെക്കുക എന്ന കാര്യങ്ങളിലേക്കൊക്കെ നിരന്തരമായി ജനങ്ങൾക്ക് പോകേണ്ടി വരുന്നത് ഇവിടെ അവസാനിക്കാത്ത വന്യമൃഗശല്യം, ആ വന്യമൃഗശല്യം അതേപടി തന്നെ തുടരുന്നു. അതിനൊരു പരിഹാരമുണ്ടാവുന്നില്ല എന്നൊരു രോഷം, അതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യേണ്ടി വരുന്നത് എന്ന ഒരു ഭാഗവും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ജീവൻ പൊലിഞ്ഞത് ഒരു 15 വയസ്സുകാരനാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ജിത്തുവിനാണ്. ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയുമാണ്. ഒരാൾ ഒബ്സർവേഷനിലുമായിരുന്നു ഉണ്ടായിരുന്നത്. യദു, ഷാനു എന്നിവരാണ് ഈ ജിത്തുവിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. ഈ പ്രദേശത്തുള്ള മറ്റു ആളുകളുടെ കൂടെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? അല്ല അല്ലേ, കൊണ്ടോട്ടി ഭാഗമാണ്. കൊണ്ടോട്ടി ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണല്ലേ? അതാണ്. ഈ മറ്റു പല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ സംഭവം അറിഞ്ഞ് എത്തുന്നുമുണ്ട്. എന്തായാലും ഒരിക്കലും നമുക്ക് വളരെ ഇങ്ങനെയൊരു അബദ്ധത്തിൽ, അതായത് ഇന്നലെ പെരുന്നാളായിരുന്നു, ആ പെരുന്നാൾ സമയമൊക്കെയാണ്, വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക്, അതിൽ ഒരു 6 മണി 6:30 സമയത്താണ് എല്ലാം ഈ കൂട്ടുകാരടങ്ങുന്ന സംഘം ആദ്യം ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്.